യൂൻസറെ, ഞാൻ ചെയ്യുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ പിന്നെ എ സി പി വർക്കാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോ ഇന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളിപ്പോ ഒരു സൈറ്റിൽ ചെന്നാൽ ക്ലയന്റ് ആദ്യമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 3D പിക്ചർ, ഇതിന്റെ ഒരു 3D പിക്ചർ കാണിക്കും, എന്നിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വർക്കിനെ കുറിച്ച് സംസാരിക്കാന്നൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3D ഡിസൈനേഴ്സിനെ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ആ വർക്ക് സൈറ്റിലെ ഫോട്ടോ എടുത്തിട്ട് 3D ഡിസൈനേഴ്സിനെ കൊണ്ട് 4000-ഓ 5000-ഓ ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് ഇത് വർക്ക് ചെയ്യിക്കും. അതിനുശേഷം നമുക്ക് ചിലപ്പോൾ അത് വർക്ക് കിട്ടാതിരിക്കാം. അപ്പം വളരെ വലിയൊരു ലോസോ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ. ഇതിപ്പോ അലുമിനിയം ഫാബ്രിക്കേഷൻ ഫീൽഡ് മാത്രമല്ല, സകല ഫീൽഡിലും അങ്ങനെയാണ്. 3D ഡിസൈൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഒരു 3D ഡിസൈനർ ആയിട്ട് മാറുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അതിനുള്ള ടെക്നോളജികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ആദ്യം വേണ്ടത് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇതാണ് ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷനായിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ആ പ്ലസ് ഐക്കൺ ഞെക്കിയതിന് ശേഷം നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ ഒരു ACPയുടെ സൈറ്റാണ് സെലക്ട് ചെയ്യണേ. അതിന് ശേഷം ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കണം, അതായത് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ അടിച്ചിട്ടുണ്ട്, ദിസ് ബിൽഡിംഗ് ഇസ് ന്യൂ ലുക്ക് മോഡൽ ACP അങ്ങനെ പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് മലയാളത്തിലും ഈസി ആയിട്ട് ഇത് ടൈപ്പ് ചെയ്യാവുന്നതാണ്, ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ ജെമിനി ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പിക്ചർ ഗൂഗിൾ ജെമിനി ക്രിയേറ്റ് ചെയ്ത് തരും. ഇതാണ് നമുക്ക് അവിടെ വേണ്ട പിക്ചർ. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ ജെമിനി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമുക്ക് ഗൂഗിൾ ജെമിനി തന്നിട്ടുള്ള ഡിസൈൻ. വളരെ വലിയൊരു കിടിലൻ ഡിസൈനാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രേ ഷെയ്ഡും വുഡും വെച്ചിട്ടാണ്. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രോംപ്റ്റ് കൊടുത്തിട്ടുള്ളത്. ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പോയി ഡൗൺലോഡ് ചെയ്ത് ഇത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇതിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജെമിനിയോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് 5-10 എണ്ണം ഡിസൈൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഞാൻ ഒരെണ്ണം കൂടിയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടിയും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ജെമിനി എപ്പോഴും വേറൊരു ഡിസൈനായി തരാം, അതേ ഡിസൈൻ തരില്ല, വേറൊരു ഡിസൈൻ തരുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ജെമിനി വീണ്ടും അതും വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഗ്രേയും വുഡും കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതേ കളറാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു വാഷ് ബേസിൻ്റെ നോക്കാം. ഒരു വാഷ് ബേസിൻ്റെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഫോട്ടോ ഷുഡ് ബി അടിപൊളിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം വാഷ് ബേസിൻ എങ്ങനെയാണ് ഒരു യൂണിറ്റ് ആക്കി മാറ്റി. അപ്പോൾ ഞാൻ 3D LED മിററൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്ത് തന്നിട്ടുള്ളതെന്ന്. പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഗൂഗിൾ ജെമിനി ഇത് സെറ്റാക്കി തരുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഡിസൈൻ അടിപൊളിയാക്കിയിട്ട് ഒരു LED മിറർ, വാൾ പാനൽ, പിന്നെ ഡോറിൻ്റെ അവിടെ ഒരു പാർട്ടീഷൻ ഒക്കെ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. കേസിന് മാത്രമല്ല, സ്വന്തമായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. വീട് പണിയുന്നവർക്കും വീട് പണിതുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ടൊരു വീടിൻ്റെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഉള്ള ഒരു ഏരിയ ഞാൻ വരച്ചിട്ടുണ്ട് സ്കെച്ച് ചെയ്തിട്ട്. അപ്പോൾ അവിടെ ഗ്ലാസ് ഇടാനാണ് ഞാനിപ്പോൾ ഈ ഗൂഗിൾ ജെമിനിയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു ഷേപ്പ് കണ്ടില്ലേ, അവിടെ ഗ്ലാസ് ഇടാനായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു സ്കെച്ച് ചെയ്തിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ഗ്ലാസ് ഇടാവുന്ന ഒരു സെറ്റ്. അപ്പോൾ അത് ജെമിനി ക്ലിയർ ആയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ഏരിയ ഫിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അവിടെ. അടുത്തതായിട്ടാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഭാഗം. ഇത് കാണാതെ ആരും പോകരുത്. കാരണം പലരും ഇപ്പൊ ജെമിനിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇപ്പൊ ഇതൊക്കെ തന്നിരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അതായത് കസ്റ്റമൈസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു പിക്ചർ, ഒരു ACPയുടെ 3D ഡിസൈൻ വരച്ചിട്ടുണ്ട്. അതായത് പാർട്ടി പറഞ്ഞ ഒരു ഡിസൈനിന്റെ അനുസരിച്ച്, ഒരു പാർട്ടി പറഞ്ഞ ഡിസൈനിനനുസരിച്ചാണ് ഇത് വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പെൻസിൽ സ്കെച്ചാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ജെമിനിനോട് പറഞ്ഞിട്ട് ഒറിജിനൽ 3D പിക്ചറാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വന്നിട്ടുണ്ട് ഇതേപോലെ വളരെ നല്ല രീതിയിൽ ജെമിനി ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇതൊരു കുതിച്ചുചാട്ടാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും 3D ഡിസൈനേഴ്സിനെ വില കുറച്ച് കണ്ടുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. AI എന്നത് ഒരിക്കലും ഒരാളുടെ വർക്ക് കളയിക്കാനുള്ളതല്ല, മറിച്ച് വർക്ക് എളുപ്പമാക്കാനുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിന്റെ കളറൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് യെല്ലോ കളറിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട് അപ്പോൾ ജെമിനി അത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാം. ഹാൾ പാർട്ടീഷനോ ഓപ്പൺ ഷോക്കേസോ കിച്ചൺ കബോർഡോ വാർഡ്രോബോ എന്തും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.